നമസ്കാരം. വാർത്തകളും വിശേഷവും എത്രയും പെട്ടെന്ന് അറിയാൻ നമ്മുടെ വീഡിയോ ഇപ്പോൾ തന്നെ ലൈക്ക് ചെയ്ത് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. കൊല്ലം സുധിയുടെ മരണശേഷം ജീവിതം മുഴുവൻ അടിമുടി മാറിയതാണ് കിച്ചുവിൻ്റെത്. കൊല്ലം സുധിയുടെ മരണശേഷം പെട്ടെന്ന് ഹോസ്റ്റലിലേക്കാണ് കിച്ചു താമസം മാറിയത്. അമ്മ രേണുവിനോടൊപ്പം കിച്ചു താമസിക്കാൻ വിയോഗിക്കുകയായിരുന്നു. എന്നാൽ തന്റെ പഠനം മുന്നോട്ട് കൊണ്ടുപോകുന്നതിനോടൊപ്പം തന്നെ തന്റെ ജീവിതത്തിൽ ചെയ്യേണ്ട മറ്റു കാര്യങ്ങളും കിച്ചു മുന്നോട്ട് കൊണ്ടുപോകുന്നുണ്ടായിരുന്നു. ബിസിനസ് തുടങ്ങിയ കാര്യങ്ങളെല്ലാം ഇൻസ്റ്റാഗ്രാം ഇൻഫ്ലുവൻസർ ആവുക, യൂട്യൂബിൽ വീഡിയോ ചെയ്യുക, അതുപോലെ തന്നെ ബിസിനസ് മുന്നോട്ട് കൊണ്ടുപോകുക, ഇതെല്ലാം തന്നെ കിച്ചു പഠനത്തിനോടൊപ്പം തന്നെ ശ്രദ്ധിച്ചുകൊണ്ടിരുന്നു. താൻ സമ്പാദിച്ച ഇൻസ്റ്റാഗ്രാം വഴിയും യൂട്യൂബ് വഴിയും എല്ലാം തന്നെ തനിക്ക് അത്യാവശ്യം കുഴപ്പമില്ലാത്ത വരുമാനവും കിച്ചുവിന് കിട്ടി തുടങ്ങിയിട്ടുണ്ട്. അതിനുവേണ്ടിയുള്ള കാര്യങ്ങളും കിച്ചു ചെയ്തുകൊണ്ടേയിരിക്കുന്നുണ്ട്. അച്ഛന്റെ വീട് കൊല്ലത്താണ്. അവിടെ തന്നെയാണ് അമ്മയും തന്റെ അനിയനും എല്ലാം താമസിക്കുന്നത്. കൊല്ലം സുധിയുടെ മരണശേഷം കിച്ചുവിനെ നാണം കെടുത്തിയ രൂപത്തിൽ ആരും ഇതുവരെ സംസാരിച്ചിട്ടുണ്ടായിരുന്നില്ല. എന്നാൽ ഇടയ്ക്ക് വലിയ രൂപത്തിലുള്ള നെഗറ്റീവുകൾ വന്നപ്പോൾ തന്നെ രേണുസുതി ഇതെല്ലാം തന്നെ സംസാരിച്ച് രംഗത്ത് വരികയായിരുന്നു. കിച്ചുവിന് വേണ്ടി സംസാരിച്ച് രംഗത്ത് വരികയായിരുന്നു. നിങ്ങൾ കിച്ചുവിനെ തെറ്റിദ്ധരിച്ചിരിക്കുകയാണ് എന്ന തരത്തിലായിരുന്നു രേണുസുതി അന്ന് പ്രതികരിച്ചത്. എന്നാൽ ഇതിനുശേഷം സംഭവിച്ചത് വലിയ രൂപത്തിലുള്ള പൊട്ടിത്തെറികൾ തന്നെയായിരുന്നു. രേണുവിനെ കാണാൻ വേണ്ടി കിച്ചു പോകുന്നതും രേണുവിനെ കാണാൻ സാധിക്കാതെ അനിയനെ കണ്ട് കളിപ്പിച്ച് തിരിച്ചു വരുന്നതും അതിനുശേഷം രേണുസുതി തന്നെ ഇനി മരിച്ചാൽ പോലും കിച്ചു കാണാൻ വരേണ്ട ആവശ്യമില്ല എന്ന് പറഞ്ഞതെല്ലാം തന്നെ വലിയ രൂപത്തിൽ സോഷ്യൽ മീഡിയയിൽ വൈറലായ കാര്യങ്ങൾ തന്നെയാണ്. ഇത്തരത്തിലുള്ള വാർത്തകൾ സോഷ്യൽ മീഡിയയിൽ പെട്ടെന്ന് തന്നെ പ്രചരിക്കുകയാണ്. സോഷ്യൽ മീഡിയ ഉപയോഗിക്കുന്നവർ തന്നെ ഈ കാര്യങ്ങൾ പെട്ടെന്ന് ഷെയർ ചെയ്ത് ഉടനെ തന്നെ കിച്ചുവിനെ പറ്റിയും രേണുവിനെ പറ്റിയുള്ള വാർത്തകളെല്ലാം പുറത്തു വരാൻ തുടങ്ങി. രേണുസുതി കിച്ചുവിനെതിരെ പറഞ്ഞതും കിച്ചു പിന്നീട് വീഡിയോ ഇട്ടതും ഇതെല്ലാം കാരണമായി ചൂണ്ടിക്കാണിക്കുന്നു. കിച്ചുവിന് ഏറ്റവും അധികം ഇഷ്ടമല്ലാതായത് രേണു സബ്സ്ക്രിപ്ഷൻ തുടങ്ങിയത് തന്നെയാണ്. എന്നാൽ കിച്ചുവിന്റെ സമ്മതത്തോടുകൂടി തന്നെയാണ് സബ്സ്ക്രിപ്ഷൻ തുടങ്ങിയത് എന്നും കിച്ചു വേണ്ട എന്ന് പറഞ്ഞിരുന്നിൽ ഇപ്പോൾ തന്നെ ചെയ്യില്ലായിരുന്നു എന്നുമാണ് രേണു പറഞ്ഞത്. എന്നാൽ രേണു ക്യാൻസറുമായുള്ള പ്രശ്നത്തിൽ മുന്നോട്ട് പോകുന്ന സമയത്തും ഇത്തരത്തിലുള്ള കാര്യങ്ങൾ എന്തിനാണ് തലയിടാൻ വരുന്നത് എന്ന് പ്രേക്ഷകരും ചോദിക്കുന്നുണ്ട്. 6 കീമോയും മറ്റു കാര്യങ്ങളുമാണ് രേണുസുതിക്ക് വേണ്ടി പറഞ്ഞിരിക്കുന്നത്. നിങ്ങൾക്ക് രേണുസുതിയാണോ കിച്ചുവിനെയാണോ സപ്പോർട്ട് ചെയ്യുന്ന കാര്യം വീഡിയോയ്ക്ക് താഴെ കമന്റ് ചെയ്ത് പറയുക. വാർത്തകളും വിശേഷവും എത്രയും പെട്ടെന്ന് അറിയാൻ നമ്മുടെ വീഡിയോ ലൈക്ക് ചെയ്ത് ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ ഫ്രണ്ട്സ്.